This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuma. കിച്ചണിൽ ഇന്ന് ഞങ്ങളുള്ളത് സൗദി ബ്രോസ്റ്റ് ഫുജൈറയിലാണ്. നമുക്ക് അകത്തേക്ക് പോകാം, അവരുടെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സൗദി ബ്രോസ്റ്റിൻ്റെ സ്പെഷ്യൽ ഫലൂദയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഫിജറെത്തി എന്ന് പറയുന്നത് അടിപൊളി ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡിൻ്റെ ഒരു കലവറയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം സൗദി ബ്രോസ്റ്റാണ് നമ്മളിപ്പോൾ ഉള്ള ഒരു അവരുടെ സ്പെഷ്യൽ ഡിഷായ നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൗദി സ്പെഷ്യൽ കോംബോ സൂപ്പർ യാമി. എത്ര വെറൈറ്റീസ്? 3 വെറൈറ്റീസിലോ? ചിക്കനാണ്? ചിക്കനിലുണ്ട്, ഇത് ചിക്കനാണ്. ഫിഷും ഉണ്ട്, ബീഫും ഉണ്ട്. എനിക്കിഷ്ടം റൈസ് ആയതുകൊണ്ട് ഞാൻ റൈസാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ 4 ഫ്രൈഡ് ചിക്കനോട് കൂടിയുള്ള മന്തി റൈസാണ്. ഇവരുടെ ഇതൊരു സ്പെഷ്യൽ കോംബോയാണ്. സംഭവം സൂപ്പറാണ്, സ്പൈസിയാണ്. ശരിക്കും ഇത് നീ ടേസ്റ്റ് ചെയ്തോ കേട്ടോ, സൂപ്പർ അടിപൊളി. പിസയും കഴിക്കണ്ടേ ഇനി? ഇവരുടെ ഏറ്റവും ഡിലീഷ്യസ് ആയിട്ടുള്ള പിസ്സയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് പൊതുവേ പറയുന്നത്. ചിക്കൻ ബാർബിക്യൂ പിസ്സ സൂപ്പർ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഫിജറയിൽ വരികയാണെങ്കിൽ 100% നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു റെസ്റ്റോറൻ്റാണ് സൗദി ബ്രോസ്റ്റ്. ബ്രാൻഡാണ്, നന്നായി തന്നെ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഡെലീഷ്യസ് ആണ്. ഇപ്പോഴത്തെ ചൂടിന് പറ്റിയൊരു ജ്യൂസ് ഞാൻ ചോദിച്ചപ്പോൾ അവരെനിക്ക് തന്നതാണ് സൗദി സ്പെഷ്യൽ. സംഭവം മാംഗോ ഫ്ലേവറിലുള്ളതാണ്. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഒരു രക്ഷയില്ല, സൂപ്പർ കേട്ടോ, സൂപ്പർ. ഫലൂഡ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സെലക്ട് ചെയ്തു. അവരുടെ സ്പെഷ്യൽ ഗ്രേപ്പ് സോഡ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതൊന്ന് നോക്കാം, എന്നിട്ട് എൻ്റെ അഭിപ്രായം പറയാം. നമ്പർ 1 മിൻറ്റ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ നമ്മുടെ പച്ചമുളക് അതുണ്ട്, ഗ്രേപ്പുണ്ട്, സോഡയുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അത് നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ടേസ്റ്റ് അപ്പീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വരണം, ടേസ്റ്റ് ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ശരിക്കും കോർഫക്കാനിൽ ഷേഖ് ഖാലിദ് റോഡിലാണ് ഈ നമ്മുടെ സൗദി ബ്രോസ്റ്റ് എന്ന് പറഞ്ഞ ഔട്ട്ലെറ്റ് ഉള്ളത്. വളരെ മനോഹരമായി ഔട്ട്ലെറ്റ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വരുമ്പോഴും ആ ഒരു ഭംഗി നിലനിർത്തുന്നുണ്ട്.
നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്, ജ്യൂസാണ്. നിങ്ങൾക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും വരണം, ടേസ്റ്റ് ചെയ്യണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സൗദി ബ്രോസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ഷോപ്പിൻ്റെ, ഒരു ഷോപ്പല്ല, അവർക്ക് 3-4 ഷോപ്പുകളുണ്ട്. അതിൻ്റെ ഓണറായ സിറാജിനോടൊപ്പമാണ്. സിറാജ് ഇവിടെ ഇതുവരെ എത്തിയ സിറാജിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഷോപ്പ് തുടങ്ങാനുള്ള കാരണങ്ങളും ഇവിടെ വരെ എത്തി നിൽക്കുന്നതിൻ്റെ കാര്യങ്ങളുമൊക്കെ നമുക്ക് സിറാജുമായിട്ട് പങ്കുവെക്കാം. സിറാജ്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയത് ഏത് വർഷമാണ്? 2006 ലാസ്റ്റ് 2006 സെപ്റ്റംബർ എത്തിയിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് എല്ലാ പ്രവാസികളും വരുന്നത് പോലെ തന്നെ ചെറിയൊരു നാദാപുരത്തുകാരാണല്ലോ. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റ് മേഖലയാണ് വരിക. എഡ്യൂക്കേറ്റഡ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. നാട്ടിൽ ബിസിനസ് രീതി തന്നെ ഇറങ്ങായിരുന്നു. ഡയറക്റ്റ് ഫസ്റ്റ് റെസ്റ്റോറൻറ്റിൽ ജോലി ഒരു മാനേജറായിട്ട് വന്നതാണ് ഫുജറയിൽ. അതിനുശേഷം പിന്നെ അവിടുന്ന് ഈ ബിസിനസ്സൊക്കെ പഠിച്ചു. അപ്പോൾ കൂടുതലും മലബാരി ഫുഡായിരുന്നു നമ്മൾ കീപ്പ് ചെയ്തത്. മലബാരി, അറബിക്, പാകിസ്ഥാനി, മറ്റേ ഈ അറബിക് ഫുഡുകൾ, ചാർക്കോള്, അൽഫാം, ഷവർമകൾ. അപ്പം അങ്ങനെയുള്ളൊരു ഔട്ട്ലെറ്റ് ആയിരുന്നു ഫസ്റ്റ് ഉള്ളത്. പിന്നെ നമ്മൾ ഫുജറത്തിൻ്റെ വേറൊരു ഔട്ട്ലെറ്റ് വേറൊരു പേരിൽ എടുത്തു, ബിരിയാണിയൊക്കെ ഉള്ള ഷോപ്പ് എടുത്തു. പിന്നെ അതിനുശേഷം വേറെ അതേപോലെ തന്നെ ഞങ്ങൾ വേറെ സന്ദർശിച്ച് കട അങ്ങനെ എടുത്തു. അങ്ങനെ 5-10 വർഷം ഇങ്ങനെ തന്നെ ഒരേ ലെവലാണ് പോയത്. പല പല പേരുകളിൽ ഷോപ്പുകൾ എടുത്ത്. അപ്പോൾ ഇപ്പോഴാണ് ഈ സൗദി ബ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ്. ഇപ്പോൾ ഇത് 4 വർഷം മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു ഇങ്ങനെ ബ്രോസ്റ്റ് കടയിടാനുള്ളൊരു ഇതുണ്ടായിരുന്നു. ബ്രോസ്റ്റിനോടുള്ളൊരു താല്പര്യം കൊണ്ട് അങ്ങനെ നമ്മളിവിടെ ഫുജറ UAE ഔട്ട് സൈഡൊക്കെ പോകുമ്പോൾ ബ്രോസ്റ്റ് കഴിക്കലുണ്ടായിരുന്നു പല സ്ഥലത്തും. ഇതിൻ്റെ ഒരു ഷാനവാസ് എന്നൊരാളുണ്ട്, നമ്മളൊരു പാർട്ണർ. അവർ വ്യത്യസ്ത വേറൊരു ബിസിനസ് മേഖലയിലുള്ള ആളാണ്. അപ്പോൾ അവർ നമ്മളിങ്ങനെ ഈ ബ്രോസ്റ്റ് എന്നുള്ളൊരു ഇത് സൗദിയിലുള്ള ബ്രോസ്റ്റ് ആയിരിക്കണോ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സൗദിയിലുള്ള ആൾക്കാർക്ക് കിട്ടണം ഇനി. അങ്ങനെയൊക്കെ നമ്മൾ എന്താക്കി ഇതിൻ്റെ മേഖലയിൽ പഠിച്ചു, ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം നമുക്ക് അങ്ങനത്തെ ഒരു ആളെ കിട്ടി, നല്ലൊരു ഷെഫിനെ കിട്ടി. കുറേ പരീക്ഷണങ്ങൾക്ക് ശേഷം നമുക്ക് അത് വീട്ടിൽ നിന്ന് വരെ ഉണ്ടാക്കിയിരുന്നു ബ്രോസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഫുജറയിലൊരു ബ്രോസ്റ്റിൻ്റെ ഒരു കട. അതിൻ്റെ ലോഗോ തന്നെ ഒരു വർഷം എടുത്തിട്ടാണ് ഉണ്ടാക്കി നമ്മൾ, ഒരു 5-6 മാസമൊക്കെ. അത്രയും ലേറ്റായിന് ഒരു സംഗതിക്കും. ഇപ്പോൾ 2ാമത്തെ ബ്രാഞ്ചാണ് കോർഫുഖാനിൽ വന്നത്. ഫസ്റ്റ് ഫുജറ നമ്മൾ കണ്ടല്ലോ. അപ്പം ഇത് ശരിക്കും ഒരു ബ്രാൻഡ്, നിങ്ങളുടേതായ ഒരു ബ്രാൻഡ് ഇവിടെ ഇപ്പം നമ്മൾ കറക്റ്റ് നമ്മൾ തന്നെ ഫോളോ അപ്പിൽ, നമ്മൾ തന്നെ പൗഡറിങ്, നമ്മൾ തന്നെ അതിൻ്റെ എല്ലാം ഫിൽഫിലൊക്കെ ചെയ്ത് നോർമൽ ബ്രോസ്റ്റും ഉണ്ട്, പിന്നെ സ്പൈസി ബ്രോസ്റ്റും ഉണ്ട്. ഒറ്റ കോട്ട് ബ്രോസ്റ്റാണ്, ഡബിൾ കോട്ടല്ല. പിന്നെ കഴിക്കാൻ നിങ്ങൾ കഴിച്ചല്ലോ അല്ലേ? നല്ല അഭിപ്രായം കിട്ടി. നിങ്ങൾക്ക് തന്നെ അഭിപ്രായം കിട്ടിയില്ല അല്ലേ നമ്മൾ പറയാതെ? അങ്ങനെ ദുബൈയിൽ നിന്നും അബുദാബിയിൽ നിന്നൊക്കെ ആൾക്കാർ, പുറത്ത് ഒമാന്, പിന്നെ സൗദിക്കാർ ഒക്കെ ഇവിടെ വന്നിട്ട് സൗദികൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവർ സൗദിയിലേക്ക് ക്ഷണിച്ചു. നമ്മളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച ആൾക്കാരുണ്ട്, ഒമാനിലേക്ക് ക്ഷണിച്ച ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇപ്പോൾ ദുബൈയിലൊക്കെ ക്ഷണിക്കുന്നുണ്ട്. നമ്മളെ ഫ്രാഞ്ചൈസി ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പല മേഖല. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ ഇത് UAE ചെയ്യുക ആദ്യം, എല്ലാ എമിറേറ്റ്സിലും. അപ്പോൾ അടുത്തിപ്പോൾ കൽബയിൽ വരുന്നുണ്ട്. അത് ഇതേപോലെ തന്നെ വലിയൊരു ഷോപ്പാണ്. പിന്നെ 3ാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ ഓപ്പണിംഗ് ഉണ്ടാവും. ഒരു ജൂലൈ, ആഗസ്റ്റ് ഓപ്പണിംഗ് ഉണ്ടാവും. പണിയൊക്കെ കഴിയാനായി ഏകദേശം. ഇപ്പോൾ അങ്ങനെ നല്ലൊരു ബ്രാൻഡ്, അതുപോലെ തന്നെ എല്ലാവർക്കും ഫാമിലി ആയിട്ട് വരാനുള്ള ആംബിയൻസ്. നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേൾഡ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാം നമുക്ക് ഇത്തിരി വർഷം നമുക്ക് തരുന്നതിൽ ഒരു ഫാഷൻ ഈ ബിസിനസ് ചെയ്യാന്നല്ല, ഔട്ട് സൈഡ് ചെയ്യാം. ഈ ഔട്ട്ലെറ്റിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പാർട്ടി ഹാളുണ്ട്, വൈഡായിട്ട് നല്ല ആംബിയൻസ് ഉണ്ട്, ഒരു നല്ലൊരു ഇതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണോ കോർഫഖാനിലും വരുന്നത്? അല്ല, കൽബയിൽ 2 നില വലിയ ഷോപ്പാണ്. അതിൽ പാർട്ടി ഹാളൊക്കെ ഉണ്ട്. പാർട്ടി ഹാളും ഫാമിലി റൂമുകളും എല്ലാം ഉണ്ട്. അതും ഒറ്റപ്പെട്ട ഒരു നല്ല ഒരു ഒറ്റ ബിൽഡിംഗ് ആയിട്ടുള്ള തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ UAE തന്നെ എല്ലാ എമിറേറ്റ്സിലും നിങ്ങളുടെ ഈ അടുത്ത് തന്നെ ദുബൈയിൽ നമ്മൾ പിന്നെ കടകൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അബുദാബിയിൽ നോക്കുന്നുണ്ട്, അല്ലൈന്, അജ്മാൻ, ഷാർജ,
ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പിന്നെ ബിസിനസ്സിന് ആൾക്കാരൊക്കെ നമ്മൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ എല്ലാ സ്റ്റഡിയും കഴിഞ്ഞു. പിന്നെ നമ്മളിത് മുന്നോട്ടേക്കുള്ള പിന്നെ ഇതിൻ്റെ വെയർ ഹൗസ് എടുത്തിട്ടുണ്ട്. വെയർ ഹൗസൊക്കെ വേണമല്ലോ നമുക്ക്, ഇതിൻ്റെ ഫുഡ് പ്രോസസ്സിങ് ആണല്ലോ, അത് നമ്മൾ വേറെ കിച്ചണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കൂടുതൽ നിങ്ങളുടെ ഔട്ട്ലെറ്റുകൾ വരട്ടെ. എല്ലാവിധ ആശംസകളും. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajumar.